നമസ്കാരം. 1996 ഹരദനഹള്ളി എന്ന കുഗ്രാമത്തിലെ ഒരു സാധാരണക്കാരനായ നെൽകർഷകന്റെ മകൻ അയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. 90കൾക്ക് മുൻപ് HD ദേവഗൌഡ എന്ന പേര് പോലും ദേശീയ തലത്തിൽ അത്ര ശ്രദ്ധേയമായിരുന്നില്ല. 94 കർണാടക മുഖ്യമന്ത്രിയായ ഗൌഡ വെറുമൊരു പ്രാദേശിക നേതാവ് മാത്രമായിരുന്നു. പക്ഷേ 1996 ഐക്യ ജനതാദൾ അടക്കമുള്ള സഖ്യകക്ഷി മുന്നണിയിൽ നിന്നും AK ഗുജ്റാൾ രാജിവെച്ചതോടുകൂടി ദേവഗൌഡയ്ക്ക് നടുക്കു വീഴുകയായിരുന്നു. പ്രധാനമന്ത്രിയാവാൻ അയാൾ ഒരു പരിശ്രമവും നടത്തിയിട്ടില്ല. പക്ഷെ ആ സ്ഥാനം തളികയിൽ വെച്ച് കയ്യിൽ കിട്ടിയ പോലെയായിരുന്നു ദേവഗൌഡയ്ക്ക്. എന്തായാലും ഗൌഡ കുടുംബത്തോളം ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലുമൊക്കെ അധികാരം കയ്യിലുള്ള മറ്റൊരു രാഷ്ട്രീയ കുടുംബം ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഈ ഗൌഡ കുടുംബം ഒരു കുടുംബയോഗം വിളിക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും തൊട്ട് പഞ്ചായത്ത് മെമ്പർമാരും പാർട്ടി വർക്കർമാർ വരെയും ഉണ്ട്. മകൻ കുമാരസ്വാമിയെ കർണാടക മുഖ്യമന്ത്രിയാക്കാനും മറ്റൊരു മകനായ രേവണ്ണയെ കേന്ദ്രമന്ത്രിയാക്കാനും ഒക്കെ ഈ കാലയളവിനുള്ളിൽ ദേവഗൌഡയ്ക്ക് കഴിയുകയും ചെയ്തു. ഇപ്പോൾ മക്കളുടെ ഭാര്യമാരും അവരുടെ മക്കളും വരെ MP-മാരും MLA-മാരും ഒക്കെയാണ് ഗൌഡ കുടുംബത്തിൽ നിന്നും. 1962 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹോള നരസിപ്പൂർ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചതോടുകൂടിയാണ് HD ദേവഗൌഡ എന്ന നേതാവിന്റെ രാശി തെളിയുന്നത്. വെറും 29ാമത്തെ വയസ്സിലാണ് അദ്ദേഹം MLA ആവുന്നത്. ഇപ്പോൾ 91ാം വയസ്സിലും രാജ്യസഭാ അംഗമായി ലക്ഷങ്ങൾ കൈപ്പറ്റുന്നുമുണ്ട്. വെറും ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ഗൌഡയുടെ കുടുംബം ഇന്ന് കോടികൾ ആസ്തിയുള്ള ഒരു രാഷ്ട്രീയ കുടുംബം തന്നെയാണ്. എന്നാൽ ഭാഗ്യം എക്കാലവും എല്ലാവരെയും തുണയ്ക്കില്ല എന്നതിന്റെ ഉദാഹരണമായി കൂടി ഈ ഗൌഡ കുടുംബം ഇപ്പോൾ മാറുന്നുണ്ട്. കുടുംബാധിപത്യത്തിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ മുറുമുറുപ്പുകൾ വന്നു തുടങ്ങിയ സമയത്തോടെയാണ് ഈ ഗൌഡ കുടുംബത്തിനുള്ളിലും പ്രശ്നങ്ങൾ ഉദിക്കുന്നത്. അങ്ങനെയുള്ള വിഷമഘട്ടത്തിൽ തന്നെയാണ് ഇടുത്തി പോലെ ഇപ്പോൾ കൊച്ചുമകനെതിരെ ലൈംഗിക അപവാദം കൂടി എത്തിയിരിക്കുന്നത്. ഹസനിലെ സിറ്റിംഗ് MP-യും JDS-ന്റെ യുവ നേതാവുമായ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട അശ്ലീല വീഡിയോ വിവാദ കേസ് കർണാടകയിൽ കത്തുകയാണ്. HD ദേവഗൌഡയുടെ മൂത്ത മകനും മുൻ മന്ത്രിയുമായ HD രേവണ്ണയുടെ 2 മക്കളിൽ മൂത്തയാളാണ് പ്രജ്വൽ രേവണ്ണ. ഇയാളുടെ അശ്ലീല വീഡിയോകളുടെ എണ്ണം തന്നെ സാധാരണ ജനങ്ങളെ ഭയപ്പെടുത്തുന്നതാണ്. 2976 വീഡിയോകളാണ് ഇതിനോടകം ഇങ്ങനെ കണ്ടെടുത്തിരിക്കുന്നത്. സോഷ്യലിസ്റ്റുകൾക്ക് എന്നും വേരോട്ടമുള്ള ഒരു മണ്ണായിരുന്നു കർണാടക എന്ന് നമുക്കറിയാം. അതുതന്നെയാണ് ഈ ദേവഗൌഡയുടെ വളർച്ചയ്ക്കും കൂടുതൽ കരുത്ത് നൽകിയത്. ആ പാരമ്പര്യത്തിനൊപ്പം തന്നെ കർഷക ജാതി വോട്ടുകൾ, അത് കർണാടകത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഗൌഡ കുടുംബത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയും ഈ കർഷക ജാതി വോട്ടുകൾ തന്നെയാണ്. കർണാടകയിലെ പ്രബല സമുദായമായ വൊക്കലിഗയാണ് അവരുടെ വോട്ട് ബാങ്ക്. ഈ വൊക്കലിംഗ വോട്ട് ബാങ്ക് ഉൾപ്പെടെ ദേവഗൌഡയുടെ കുടുംബത്തിൽ നിന്നും വഴിമാറിപ്പോകുന്ന കാഴ്ചയ്ക്കായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത്. ഈ ജാതി വോട്ടുകൾ പോലും കൂടെ നിൽക്കാഞ്ഞത് തന്നെയാണ് വലിയ ദയനീയമായ ഒരു പരാജയത്തിലേക്ക് JDS-നെ കർണാടകത്തിൽ കഴിഞ്ഞ തവണ കൊണ്ടുപോയതും. ഇപ്പോൾ ഈ ലൈംഗിക വിവാദത്തിൽ പെട്ടിരിക്കുന്നത് ദേവഗൌഡയുടെ ചെറുമകൻ മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മകൻ കൂടിയാണ്. കാരണം ഈ പ്രജ്വൽ രേവണ്ണയുടെ പിതാവായ രേവണ്ണയും ഈ വിവാദത്തിന്റെ ഒപ്പം തന്നെയുണ്ട്. പലപ്പോഴും ദേവഗൌഡയുടെ പിൻഗാമി താനാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്ന ആൾ കൂടിയാണ് രേവണ്ണ. മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രേവണ്ണയുടെ ഭാര്യ മുൻ MLA കൂടിയാണ്. ഇവരുടെ മറ്റൊരു മകനായ R സൂരജ് ഡോക്ടറായിരുന്നു. പിന്നീട് അയാൾ MLA ആയി അധികാരമേൽക്കുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി കർണാടകം സാക്ഷ്യം വഹിച്ചു. ഇപ്പോൾ ഈ പീഡന പരമ്പരകളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെയുള്ള മുൻപത്തെ കേസുകൾ കൂടി പ്രതിപക്ഷം കുത്തിപ്പൊക്കുന്നുണ്ട്. സമാനതകളില്ലാത്ത ഒരു സൈക്കോ സെക്സ് റാക്കറ്റിന്റെ കഥകളാണ് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ തൊട്ട് തന്റെ വീട്ടിലുള്ള ജോലിക്കാരെ വരെ ഇയാൾ അധികാരം ഉപയോഗിച്ച് പീഡിപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ് കണ്ടെത്തുന്നത്. പ്രജ്വലിന്റെ പിതാവിനെതിരെ കൂടി ഇത്തരത്തിലുള്ള വിവാദം തലപൊക്കിയതോടുകൂടി ഈ കുടുംബത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പിളർപ്പ് രൂപപ്പെട്ടിട്ടുണ്ട്. ഇവർ കുടുംബസമേതം പീഡകരാണ് എന്നുള്ള ആരോപണവുമായി കോൺഗ്രസ് അവിടെ കളം നിറയുന്നുമുണ്ട്. നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്കൊപ്പമാണ് JDS-ന്റെ സ്ഥാനം. അവർ സഖ്യകക്ഷികളായാണ് മത്സരരംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് BJP-ക്കും ഒരു ചെറിയ ക്ഷീണം സമ്മാനിച്ചേക്കാം എന്നുള്ള ആകുലതയുള്ള നിരവധി BJP-യുടെ മുതിർന്ന നേതാക്കളുമുണ്ട്. കാരണം ഈ വിഷയം ദേശീയ തലത്തിൽ അത്ര കണ്ട് ശ്രദ്ധ നേടിക്കഴിഞ്ഞു. സ്വതവേ ദുർബല പോരെങ്കിൽ ഗർഭിണിയും എന്നതുപോലെ JDS-ന്റെ തലയ്ക്ക് കിട്ടിയ ഒരു കനത്ത ആഘാതമായി തന്നെ
തന്നെ നമുക്ക് ഈ പുതിയ വിവാദത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇതോടെ ഗൗഡ കുടുംബത്തിനുള്ളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, കുമാരസ്വാമി പരസ്യമായാണ് സഹോദരനായ രേവണ്ണയെ തള്ളി പറഞ്ഞിരിക്കുന്നത്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നുള്ള ഒരു നിലപാടാണ് കുമാരസ്വാമി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി സ്വന്തം സഹോദരനെ തന്നെ തള്ളിപ്പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ തള്ളി പറഞ്ഞില്ല എങ്കിൽ തനിക്ക് പോലും ഒരു നിലനിൽപ്പുണ്ടാവില്ല എന്ന തിരിച്ചറിവിൽ നിന്നുമാണ് കുമാരസ്വാമി ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ലൈംഗിക അപവാദം ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയായതോടുകൂടി JDS ഈ തെരഞ്ഞെടുപ്പിൽ വെള്ളം കുടിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഫലത്തിൽ ഗൗഡ കുടുംബാധിപത്യത്തിന്റെ അവസാനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുകൂടി മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട്.